Hi, I'm Sherin Jabbar, photographer. Welcome to Land and Hut. എങ്ങനെ ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റ് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ആക്സിഡൻ്റൽ ഇൻട്രസ്റ്റ് ആണ്. ഇറ്റ് വാസ് നോട്ട് മെന്റ് ടു ബി. ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഒരു കുറച്ച് ഫാമിലി ആൻഡ് പേഴ്സണൽ റീസൺസ് കാരണം ഐ ഹാഡ് ടു ടേക്ക് എ ബ്രേക്ക്. ഒരു 3 months ലീവ് എടുത്ത് വീട്ടിലിരിക്കുമ്പോൾ ഐ തോട്ട് വൈ നോട്ട് യൂസ് this time for some productivity. അപ്പോൾ അങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആവുക എന്ന് വിചാരിച്ചത്. ഏർലിയർ ഓൾസോ ഐ വാസ് ആക്റ്റീവ്, പക്ഷേ ഒരു പേഴ്സണൽ അക്കൗണ്ടൊക്കെ ആയിരുന്നു. ആ ടൈമിൽ ഞാൻ അതിനെ പബ്ലിക്കാക്കി ഫുഡ് ബ്ലോഗിംഗ് എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടെയാണ് തുടങ്ങിയത്. ഉണ്ടാക്കുന്ന ഫുഡ് ഫോട്ടോ എടുത്തിടാം അത്രേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ഫോട്ടോ സ്വന്തമായിട്ട് എടുക്കുമായിരുന്നു അന്ന് തന്നെ. പിന്നെ എനിക്ക് ക്ലോത്ത് ആക്സസറീസ് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്തു. ഇത് രണ്ടുമായിരുന്നു ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡിൻ്റെ ഫോട്ടോ എടുത്തിടുക, റെസിപ്പി ചെയ്യാം, പിന്നെ സ്വന്തമായിട്ട് ഫോട്ടോ, അതായത് എന്തെങ്കിലും ക്ലോത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ഫോട്ടോ എടുത്തിടുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് തുടങ്ങിയത്. പിന്നെ ലേറ്റർ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ആൾക്കാർ പറഞ്ഞു വളരെ നന്നാവുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട് ഇംപ്രൂവ് ദ സ്കിൽസ്, ലേൺ. അങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ കുറവുകൾ കണ്ടെത്തും. എന്നിട്ട് അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് യൂട്യൂബിലോ അല്ലെങ്കിൽ ആരെന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദാറ്റ് ഈസ് ഹൗ ഐ സ്റ്റാർട്ടഡ് ഫോട്ടോഗ്രാഫി. പിന്നെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ബ്ലോഗിങ്ങിനേക്കാളും കൂടുതൽ എനിക്ക് പിന്നെ ഫോട്ടോഗ്രാഫിയിലൂടെ ഇൻട്രസ്റ്റ് ആയി. പിന്നെ ഐ സ്റ്റാർട്ടഡ് കോൺസെൻട്രേറ്റിംഗ് ഓൺ ഫോട്ടോഗ്രാഫി. ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫുഡ് ഉണ്ടാക്കിയിരുന്നൊരു ടൈം ഉണ്ടായിരുന്നു when I started, as I already told. Later എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ റെസ്റ്റോറൻറ്റ് വർക്ക്സുകൾ, കഫേ വർക്ക്, പിന്നെ ഹോം ബേക്കേഴ്സിൻ്റെ വർക്കൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ ഒബ്വിയസ്ലി someone like me, സാധാരണ ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളെക്കാളും എന്തായാലും ഹോം ബേക്കേഴ്സ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഷെഫുകളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർക്ക് അവരുടെ ഫുഡ് ഗാർണിഷ് ചെയ്യാനൊക്കെ അറിയും. അപ്പോൾ ഒബ്വിയസ്ലി എൻ്റെ ഫോട്ടോസിൽ ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് എനിക്ക് കാണാൻ കഴിയും. കാരണം ആ ഫുഡ് കുറച്ചുകൂടി ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചു കാരണം ഞാൻ ഉണ്ടാക്കി ആ ഫോട്ടോ എടുത്തിടുന്നതിനേക്കാളും വൃത്തി ഞാൻ വേറെ ആൾക്കാർ ഉണ്ടാക്കിയതിൻ്റെ ഫോട്ടോ എടുക്കണമെന്ന്. കാരണം മറ്റേത് ഭയങ്കര ഹെക്റ്റിക്കാണ്. ഞാൻ തന്നെ ഉണ്ടാക്കുക, ഞാൻ തന്നെ ഗാർണിഷ് ചെയ്യുക, പിന്നെ ഞാൻ തന്നെ ഫുൾ ഫോട്ടോഗ്രാഫി സെറ്റപ്പ് ചെയ്യുക. ദാറ്റ് വാസ് ക്വൈറ്റ് ഹെക്റ്റിക്. പിന്നെ എനിക്ക് വർക്ക് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ലൈക്ക് ഞാൻ സ്വന്തമായിട്ടുള്ള അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും റെസിപ്പീസൊക്കെ മാത്രം ഫുഡ് ഫോട്ടോ എടുത്തിടുക, ബാക്കി ഐ സ്റ്റിക്ക് ഓൺ ടു വാട്ട് ഐ എം ഡൂയിങ് ആസ് എ വർക്ക്. ഞാൻ എൻ്റെ കയ്യിൽ നിക്കൺ D3300 ഉണ്ടായിരുന്നു. അത് ഞാൻ മേടിക്കാൻ കാരണം ഞാൻ എൻ്റെ ഒരു കൊലീഗ് അത് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹി യൂസ് ടു ടേക്ക് വെരി ഗുഡ് പിക്സ്. അപ്പോൾ എക്സാക്ട്ലി അതേപോലത്തെ പിക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാനും അതേ ക്യാമറ മേടിച്ചു. പക്ഷേ എനിക്കത് യൂസ് ചെയ്യാൻ കഴിയില്ലായിരുന്നു, കാരണം ഐ വാസ് യൂസിങ് ഓട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ സെൽഫ് പോർട്രേറ്റ് എൻ്റെ സ്വന്തം ഫോട്ടോ എടുക്കും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി റെസ്ട്രിക്ഷൻസ് വന്നു ആ ഒരു ക്യാമറയിലാവുമ്പോൾ. ഞാൻ എവിടെ വായിച്ചു ഇങ്ങനെ ടിൽറ്റിങ് LCD, അതായത് നമുക്ക് നമ്മളുടെ തന്നെ LCDയിൽ കാണാൻ കഴിയുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് സെൽഫ് പോർട്രേറ്റ് എടുക്കാമെന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ക്യാമറയിലേക്ക് സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാനൊരു സാധാ ബേസിക് 20,000 ഒരു ബേസിക് ക്യാമറ സോണി A500 സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഞാൻ വിചാരിച്ചു ഇറ്റ് ഈസ് ജസ്റ്റ് ഫോർ ഇൻസ്റ്റാഗ്രാം അല്ലേ, നമുക്കിപ്പോൾ അങ്ങനത്തെ ഒരു ക്യാമറ മതിയായിരുന്നു. ബട്ട് ഓരോ പ്രാവശ്യവും എനിക്ക് വർക്കുകളൊക്കെ എടുത്ത് വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആ ക്യാമറ
വളരെ റെസ്ട്രിക്ഷൻ ഉള്ളതായിട്ട് തോന്നി. കാരണം ദാറ്റ് വാസ് നോട്ട് എ പ്രൊഫഷണൽ ക്യാമറ. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അങ്ങനെയാണ് ഞാൻ ഒരു പ്രൊഫഷണൽ ക്യാമറ മേടിക്കുക എന്നുള്ളൊരു ഡിസിഷൻ എടുത്തത്. റൈറ്റ് നൗ ഐ എം യൂസിങ് സോണി A7 Mark III. യെസ്, ട്യൂട്ടോറിയൽസ് തുടങ്ങാൻ കാരണം ടീച്ചിങ്ങിനോട് താല്പര്യം കൂടുതലുണ്ടായിട്ടില്ല. മെയിൻലി അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഓരോ കാര്യങ്ങൾ കണ്ടാൽ തന്നെ കുറേ യൂട്യൂബ് വീഡിയോസ്, കുറേ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ ഒരു സ്ട്രഗിൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെ, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അത് കുറേ ട്യൂട്ടോറിയലോ ടിപ്സ് ആൻഡ് ട്രിക്സിലൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത് അറിയാത്ത ആൾക്കാരുണ്ടാവും. വലിയ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കാര്യമൊന്നുമല്ല പറഞ്ഞത്. സാധാരണ ബേസിക് ഹോം ബേക്കേഴ്സ്, അവരുടെ കേക്കൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഫോട്ടോ എടുത്തിടുന്ന ആളുകളുള്ളവർ, അല്ലെങ്കിൽ ഫുഡ് ബ്ലോഗേഴ്സ്, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഹെൽപ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ടിപ്സ് ആൻഡ് ട്രിക്സ് ട്യൂട്ടോറിയൽസ് ഒക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ എൻ്റെ പ്രൊഫഷൻ ലീവ് ചെയ്യാന്നുള്ളതൊരു ഹ്യൂജ് സ്റ്റെപ്പായിരുന്നു. മെയിൻലി എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് അത്ര ഒരു എന്തിനാണ് ജോലി ഒഴിവാക്കുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും അതിൻ്റെ കൂടെ കൊണ്ടുനടക്കാൻ കഴിയുന്നത്രല്ലേ ഉള്ളൂ, ശരിയാണ് ആലോചിക്കുമ്പോൾ. പക്ഷെ എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ ലൈഫിൽ കൊണ്ടുവന്നിട്ട് കോംപ്ലിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹമില്ലായിരുന്നു. ഇപ്പോൾ ജോലി, പിന്നെ ഫാമിലി, പിന്നെ അതിൻ്റെ കൂടെ ഫോട്ടോഗ്രാഫി. അപ്പോൾ പ്രോബബ്ലി എന്തെങ്കിലും ഒരു ബാക്ക് സീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഐ തോട്ട് മൈ കോംപ്ലിക്കേറ്റ് ടു മെനി തിങ്സ് ഇൻ യുവർ ലൈഫ്. ഐ തോട്ട് ഓഫ് ലീവിങ് മൈ ജോബ്. വലിയൊരു സ്റ്റെപ്പ് ആയിരുന്നു എടുത്തത്. സ്റ്റിൽ ഫേസ് ക്വസ്റ്റ്യൻസ് ഫ്രം മൈ പാരൻസ്, വൈ ഡിഡ് യു ലീവ് എന്നുള്ളത്. കാരണം ഫോട്ടോഗ്രാഫിയിൽ ഇപ്പം ഞാൻ ചെയ്യുന്ന സ്ട്രഗിൾ കാണുമ്പോൾ അവർ ചോദിക്കാറുണ്ട്, അത്ര പോലും പണി ഉണ്ടായിരുന്നില്ലല്ലോ ആദ്യത്തെ ജോലിക്ക്, പിന്നെ എന്തിനത് ഒഴിവാക്കി എന്നുള്ളത്. ഐ സ്റ്റിൽ അതിനൊരു ആൻസർ പ്രോബബ്ലി കമ്മിങ് ഫ്യൂച്ചറിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ് ചോദിക്കുകയാണെങ്കിൽ, എൻ്റെ ഫേവറേറ്റ് ഫുഡ് എല്ലാവരുടെയും പോലെ എൻ്റെ മദർ ഉണ്ടാക്കുന്ന ബിരിയാണി, ഫിഷ് ബിരിയാണി, ചിക്കൻ ബിരിയാണി. ഇപ്പോൾ പറയുമ്പോൾ വരെ എനിക്ക് കൊതി വരുന്നത് അത്രയും ഇഷ്ടം. ഇൻഫ്ലുവൻസ് എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർക്ക് എന്തിനോടും അഡാപ്റ്റ് ചെയ്യാനും കഴിയും, പിന്നെ എന്ത് പഠിച്ചെടുക്കാനും കഴിയും. ഓൺലി തിങ് ഈസ് ദാറ്റ് നമുക്ക് അതിൻ്റെ ഉള്ള ഒരു ഇൻട്രസ്റ്റ് വേണം. അതെനിക്ക് ഉറപ്പായിരുന്നു, ഞാൻ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നതും എനിക്കത് പഠിച്ചെടുക്കാൻ കഴിയും. പ്രോബബ്ലി ഭയങ്കര വലിയ ലെവലിലേക്ക് എത്താൻ ടൈം എടുക്കുമായിരിക്കും, പക്ഷെ എനിക്ക് ഉറപ്പാണ് ഞാൻ എന്ത് ചെയ്യണമെങ്കിൽ എനിക്കത് പഠിച്ചെടുക്കാൻ പറ്റും. എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ്. വി ഓൾ ക്യാൻ ലേൺ എനിത്തിങ് വി വാണ്ട്. സെൽഫ് പോർട്രേറ്റ്സ് എനിക്ക് ചെയ്യാൻ എന്തുകൊണ്ടാണ് താല്പര്യം എനിക്കറിയില്ല. ഇറ്റ്സ് വെരി ഹെക്ടിക്. കാരണം നല്ല ഒരു ഫോട്ടോ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരു 2 hour മെനക്കെടണം. ചില ഫോട്ടോ ഒക്കെ ഞാൻ 3 hours മെനക്കെട്ടത് ഉണ്ട്. അതിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് ആകെ ഒരു നല്ല ഫോട്ടോ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കോൺഫിഡൻസ് ലെവൽ എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ എപ്പോഴും വിചാരിക്കും. നമുക്കിപ്പോൾ നമ്മളെന്താണോ അത് കാണിക്കും. വേറൊരാളാവാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്കതില്ലല്ലോ ഇതില്ലല്ലോ ഒക്കെ ആലോചിക്കാം. ബി ഹൂ യു ആർ, ദാറ്റ്സ് ഇറ്റ്. ഞാനൊരു ഐഡിയ കൊണ്ടുവരണമെങ്കിൽ ഞാൻ ആരുടെ ഡിസ്കസ് ചെയ്യില്ല. ഞാൻ ചെയ്യുന്നത് ഒരു 1-man ഷോ ആണ്. എല്ലാം ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അപ്പം ഞാനത് ഡിസ്കസ് ചെയ്യാറില്ല. ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് അല്ലെങ്കിൽ പോസ്റ്റ് എടുത്തിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ലൈക്ക് എനിത്തിങ് വെന്റ് റോങ് ഓർ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ എന്നുള്ളത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ചോദിക്കുള്ളൂ, അല്ലാണ്ട് നോട്ട് ബിഫോർ ദാറ്റ്. ബാലൻസിങ് സോഷ്യൽ ലൈഫ് ആൻഡ് ഫാമിലി ലൈഫ് is very hectic actually when you are actually involved in a social or when you are actually active in social media. കാരണം നമുക്കിത് ഒരു കണ്ടിന്യൂസ് എഫേർട്ടാണ്. അതായത് ഇപ്പോൾ ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ട് പിന്നെ ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ടൊരു പോസ്റ്റ് ഇടാൻ നോക്കുകയാണെങ്കിൽ that won't work out.
ബിക്കോസ് പീപ്പിൾ മേ ഫോർഗെറ്റ് യു. നമ്മളവിടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളവിടെ ആക്റ്റീവ് ആയിരിക്കണം സോഷ്യൽ മീഡിയയിൽ, എന്നാലും നമുക്ക് ആ ഒരു കണക്ഷൻ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കണ്ടിന്യൂസ് കണ്ടന്റ് മേക്കിംഗ് ഫോർ ദ സോഷ്യൽ മീഡിയ ഈസ് റിയലി ഹെക്ടിക്. പിന്നെ എങ്ങനെ ബാലൻസ് ചെയ്യുന്നു ചോദിക്കുകയാണെങ്കിൽ അതിനൊരു ടൈം വെക്കുക, ആ ടൈമിൽ ഇത് ചെയ്ത് തീർക്കുക. അപ്പം അതാണ് ഞാൻ ചെയ്യാറുള്ളത്. ഫാമിലി ഇവിടെ എല്ലാവരും വീട്ടിലുള്ള ഒരു ടൈമിൽ മോസ്റ്റ്ലി ആ ഒരു കണ്ടന്റ് മേക്കിംഗ് അധികം ഒരു പുലർച്ചെ ആ ഒരു ടൈമിലൊക്കെ പൊതുവേ നമ്മുടെ വീട്ടിൽ എല്ലാവരും ഒന്നും എണീറ്റിട്ടുണ്ടാവില്ല. അപ്പം ആ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്യുക ഫോർ സോഷ്യൽ മീഡിയ കണ്ടന്റ് മേക്കിംഗ്. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. യെസ്, എന്നാലും പിന്നെ ഐ സ്റ്റിൽ ഗെറ്റ് പ്ലീസ് ആ ഫോണൊന്ന് മാറ്റി വെക്കുമോ എന്നുള്ളത് വീട്ടിൽ നിന്നാലും എനിക്ക് അങ്ങനെ വരാറുണ്ട്. അപ്പം കംപ്ലീറ്റ്ലി ഒരു ബാലൻസിങ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല, എന്നാലും ഐ സ്റ്റിൽ ട്രൈ ടു. ഒരു ടീം ആയിട്ട് ഞാൻ അധികം വർക്ക് ചെയ്തിട്ടില്ല. എനിക്ക് ആഗ്രഹമുണ്ട് ഒരു ടീമിലേക്ക്, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് when we become more expert in a field, hire some friends as a team to make a team. അങ്ങനെ ആഗ്രഹമുണ്ട്. പിന്നെ 2-3 റീസെൻറ്റ് ഷൂട്ട്സിലൊക്കെ എൻ്റെ കൂടെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഒരു ബ്രാൻഡിന് വേണ്ടി കുറച്ച് ഷൂട്ടുകൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ടീം ഉണ്ടായിരുന്നു. ആൻഡ് അതിൽ ഒരു ഷൂട്ട് വെൻ വെരി വൈറൽ. ആ ഒരു ടീം തറവലി എൻജോയ് ചെയ്തിട്ടുള്ളൊരു ഷൂട്ടാണ്. കാരണം അതിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിരുന്നു. ദാറ്റ് വാസ് വെരി നൈസ് എക്സ്പീരിയൻസ്. എനിക്കൊരു സോളോ ട്രിപ്പ് പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് സമ്മതിക്കുന്നുണ്ടാവില്ല. സോളോ ട്രിപ്പ് പോയിട്ട് എനിക്ക് എൻ്റെ ഫോട്ടോസ് സ്വന്തമായിട്ട് എടുക്കാൻ അറിയാലോ. അപ്പോൾ എനിക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടാവും. കാരണം ഈ സ്വന്തമായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ വി നീഡ് മോർ ടൈം. അപ്പോൾ നമ്മൾ ഫാമിലിൻ്റെ ഒക്കെ കൂടെ പോകുമ്പോൾ നമുക്ക് കുറച്ച് ടൈം റെസ്ട്രിക്ഷൻസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ സോളോ ട്രിപ്പിൽ പോവുകയാണെങ്കിൽ പിന്നെ നമുക്കവിടെ ടൈം വി ആർ ഫ്രീ. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പിന്നെ ഒരു ഡെസ്റ്റിനേഷൻ, ഡ്രീം ഡെസ്റ്റിനേഷൻ ഞാൻ പറയില്ല, കാരണം ഐ ഹാവ് മെയിൻ. അപ്പം സോളോ ട്രിപ്പ് ഈസ് മൈ ഡ്രീം വെക്കേഷൻ. ഒരു പിക്ചർ നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ there should be some factor, അല്ലേ? പ്രോബബ്ലി there is some uniqueness. എന്തെങ്കിലും ഒരു യുണീക്നെസ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും റിലേറ്റബിൾ ആയിട്ടുള്ളതായിരിക്കണം. അപ്പോൾ ഒരു പിക്ചർ ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ നോക്കുക അതിൻ്റെ ക്വാളിറ്റി നോക്കും. പിന്നെ എൻ്റെ പിക്ചർ ആണെങ്കിൽ ഐ ചെക്ക് ഇറ്റ് ദ ക്വാളിറ്റി, പിന്നെ ഹൗ ക്രിയേറ്റീവ് ദാറ്റ് പിക്ചർ ഈസ്, എനിത്തിങ് യുണീക്ക് അബൌട്ട് ഇറ്റ്. പിന്നെ മോസ്റ്റ്ലി അതിൻ്റെ ലൈറ്റിംഗ്. These are the things by which I evaluate a picture. ടിപ്സ് പറയുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഇൻട്രസ്റ്റ് തരുന്നത് അതിൽ നമ്മളൊരു എക്സ്പെർട്ട് ആവാൻ ട്രൈ ചെയ്യുക, ലേൺ ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. Songs. Obviously eating early morning. Can't choose because I love both oranges. Orange sunset as well as sunrise. രണ്ടിൻ്റെയും ബ്യൂട്ടി വേറെ തന്നെ ഡിഫറെൻ്റ് ആണ്, വേറെ ലെവലാണ്. Taking a picture, obviously. Taking a picture. So thank you so much for watching. And thank you Land and Heart for bringing me into your platform. So if you like such contents and would like to see more of such contents, please do like, comment and subscribe to Land and Heart. Thank you so much once again. Bye.